എല്ലാവർക്കും നമസ്കാരം. പോഷൻ അഭിയാൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്നാണ് സ്വച്ഛതാ പക്വാഡ. എല്ലാ വർഷങ്ങളിലും മാർച്ച് മാസത്തിലാണ് സ്വച്ഛതാ പക്വാഡ അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ആചരിക്കുന്നത്. മാർച്ച് 1 മുതൽ മാർച്ച് 15 വരെയാണ് സ്വച്ഛതാ പക്വാഡ 2026 പ്രവർത്തനങ്ങൾ നമ്മൾ അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടപ്പിലാക്കേണ്ടത്. 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനത്തെയാണ് പക്വാഡ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 14 ദിവസവും വിവിധ പ്രവർത്തനങ്ങളിലൂടെ അംഗൻവാടികൾ കൂടുതൽ സജീവമാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളെ ടീച്ചർമാർ ഈ ദിവസങ്ങളിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കേണ്ടത്, അതിൽ ആരെയൊക്കെയാണ് പങ്കാളികളാക്കേണ്ടത്, എല്ലാം തന്നെ കൃത്യമായി മുൻകൂട്ടി നിശ്ചയിച്ചു കൊണ്ടായിരിക്കണം പ്രവർത്തനങ്ങൾക്ക് ആസൂത്രണം ചെയ്യേണ്ടത്. അപ്പോൾ ഈ വർഷത്തെ 2026 സ്വച്ഛതാ പക്വാഡയുടെ തീം എന്ന് പറയുന്നത് ശുചിത്വം തന്നെയാണ്. ശുചിത്വത്തെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണ പരിപാടിയാണ് പ്രധാനമായിട്ടും ഈ വർഷം ഉദ്ദേശം വെക്കുന്നത്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട വിഷയം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. അംഗൻവാടി വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട്, പോഷകാഹാര ശുചിത്വം ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കുട്ടികളിലെ ബിഹേവിയറൽ ചേഞ്ച്, അതേപോലെ തന്നെ കുട്ടികളുടെ രക്ഷിതാക്കളിലൂടെയുള്ള ബിഹേവിയറൽ ചേഞ്ച്, കുട്ടികളിലെ ശുചിത്വം ഉറപ്പാക്കുന്നത് തുടങ്ങിയിട്ടുള്ള മേഖലകളാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ വർഷത്തെ സ്വച്ഛതാ പക്വാഡ പ്രവർത്തനങ്ങൾ നമ്മൾ അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടപ്പിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ കൃത്യമായി ഡോക്യുമെൻറ്റേഷൻ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഓരോ ദിവസത്തിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളെ പോഷകഭാഷ എന്ന ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ആ ഓരോ ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളും അംഗൻവാടികളിലൂടെ നടത്തിയതിന് ശേഷം അതിൻ്റെ എല്ലാം ഡോക്യുമെൻറ്റേഷൻ എന്നോണം ഓരോ ഫോട്ടോസ് നിങ്ങൾ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിങ്ങളുടെ ഫോണിൽ സൂക്ഷിക്കുകയും അത് നിങ്ങളുടെ ബ്ലോക്ക് പ്രോജക്റ്റിലേക്ക് അയച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ ദിവസങ്ങളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത്, ആരൊക്കെയാണ് കൂടുതൽ പങ്കാളികളാക്കേണ്ടത് എന്നുള്ളതൊക്കെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് അറിയിക്കുന്നതാണ്. കൃത്യമായി മനസ്സിലാക്കി ഓരോ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.